എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഉമ്മേൻ്റെ വാപ്പിച്ചിൻ്റെ വണ്ടികളും പിന്നെ പരിസരമൊക്കെ നമ്മൾ അന്നത്തെ വീഡിയോയിൽ കണ്ടപ്പോൾ പുല്ലൊക്കെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കിടക്കണ അവസ്ഥ. ആ പറമ്പാട്ടിപ്പോൾ കിടക്കാം. നേരത്തെ ആ വീഡിയോയിലൊക്കെ ഇത്തിരി പുല്ലുണ്ടായിരുന്നെങ്കിൽ ഇപ്പം കിടക്കണം കണ്ടില്ലേ, കാട് പിടിച്ച്. നേരത്തെ ഞാൻ അവിടെയൊക്കെ കാണിച്ചു തന്നില്ലായിരുന്ന, അവിടെയും കൂടി ഇത്തിരിയൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതെന്നും പറഞ്ഞു. ഇപ്പം കണ്ടില്ലേ, മൊത്തം ക്ലീൻ ചെയ്യാൻ അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം വളർന്നു വന്നു വാഴേൻ്റെ ചോട്ടിൽ തന്നെ ഇപ്പോൾ മൊത്തം. ഇതായ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഭംഗി പോകും അങ്ങോട്ടാണ്. പിന്നെ ഇത് റെഡിയാക്കി എടുക്കണം. എത്ര വലിയ പറമ്പാന്ന് വെച്ചാലും പുല്ല് കളയണം. പുല്ല് കളഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല. പാടത്തിനൊക്കെയാണ് പുല്ല് ഭംഗി. ഇപ്പോൾ കണ്ടില്ലേ, ഈ ചെടീൻ്റെ ഇടക്കൊക്കെ കയറി വന്ന്, പിന്നെ ഇതിൻ്റെ ഇടക്കൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അതൊന്നും വളർന്നൊന്നും വന്നില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടക്കൊക്കെ വളർന്നു വന്നിപ്പോൾ പുല്ല് അതാണ് മൊത്തം ഇതായിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ വീട്ടിലാണെന്ന് പറഞ്ഞില്ലായിരുന്നു, എല്ലാവരും നിർത്തിപ്പോയിന്ന്. അപ്പോൾ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ആ വീട്ടിലെ പെരവാസ്തുളിയായിരുന്നു വൈകുന്നേരം. അപ്പോൾ ഞങ്ങളിപ്പോൾ വരും പോയിട്ട് വന്നേ ഉള്ളൂ പള്ളിയിൽ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കാരണം പോയേക്കുമായിരുന്നു. ഇതേ ഉമ്മീൻ്റെ വാപ്പാൻ്റെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മാമാൻ്റെ ബൈക്കാട്ടെ, പണ്ടത്തെ ഇത് ആക്സിഡൻ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് മാമാക്ക്. പിന്നെ കുറച്ച് തടിക്കഷ്ണമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പൂച്ച ഇപ്പം കേട്ടോ, കാണാൻ പറ്റുമോ? കേൾക്കണം, പൂച്ച ഇപ്പം കേട്ടോ. പിന്നെ ആസിമൊക്കെ എണീറ്റിട്ടുണ്ട്, അങ്ങോട്ട് വന്നില്ല. ഇവിടെയൊക്കെ മൊത്തം കിളത്ത്. നേരത്തെ നമ്മൾ കണ്ടിരുന്നില്ലായിരുന്നു അതിനകത്ത് മഴത്തുള്ളിയൊക്കെ. പക്ഷെ ഇപ്പം അതിനകത്ത് മഴത്തുള്ളി പോയിട്ട് ഒരു കുരത്തുള്ളി പോലും ഇല്ല, ഒരു സാധനവും ഇല്ല. ഇപ്പോൾ കംപ്ലീറ്റ് എല്ലാം പോയി കിടക്കുവാണ് അതിനകത്ത്. നമുക്കിപ്പോൾ എന്തായാലും ഒരു കാര്യമുണ്ട്, എന്തായാലും ഇതൊന്നും കൂടി ക്ലീൻ ചെയ്യണം. ഇവിടെ വളർന്നു വന്നതിന് മുന്നേ ഇവിടെ വളർന്നു വന്നതിന് മുന്നേ ഇവിടത്തെയും വെട്ടണം. ഗൈസ് ആസിമ് വന്നിട്ടുണ്ട്, ഞാൻ കാണിക്കണില്ല, നല്ല കോലത്തിലല്ലട്ടാ. അപ്പോൾ ഗൈസ് ഇവിടേക്ക് വളർന്നു വന്നതിന് മുന്നേ നമ്മളെല്ലാം റെഡിയാക്കണം. നമ്മൾ അപ്പിസാറിനെ കാണിച്ചു തരട്ടെ, അബിൽ. ഗൈസ് ഇതാട്ടോ നമ്മളെ അബിൽ ഐസം, ഉമ്മീൻ്റെ അനിയത്തിൻ്റെ മോനാട്ടാ. ഞാൻ അന്നും കൂടി പറഞ്ഞല്ലോ ഉമ്മീൻ്റെ അനിയത്തിൻ്റെ മോനാന്ന്. ഗൈസ് ഡേ പിന്നെ ഞങ്ങൾക്ക് നേരത്തെ ഇവിടെ ഷീറ്റൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഷീറ്റൊക്കെ ഇട്ടട്ടെ, അങ്ങനെ നേരത്തെ ആണ്. പിന്നെ ഒരു ട്യൂബും വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ട്യൂബ് നമുക്കിവിടെ അത്യാവശ്യ കാലത്തിനൊക്കെ വേണ്ടി വെച്ചാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇടക്കിടക്ക് ഞങ്ങൾ മൗലൂദ് നടത്താറുണ്ട്. അപ്പോൾ മൗലൂദിനൊക്കെ ആൾക്കാർ സെറ്റൊക്കെ ഞങ്ങൾ പുറകിലെടുത്തിടാറ്. അപ്പോൾ പുറകിൽ വന്ന് ഇരിക്കണവർക്കും വേണ്ടി സൗകര്യമായിട്ടാണ് ഞങ്ങൾ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു മൗലൂദിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചാൽ കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങൾ പട്ടി കയറാണ്ട് ഇവിടെ കെട്ടണം, ഗേറ്റൊന്നുമില്ല, ഇത് കാരണമാണ് ഞങ്ങൾ അവിടെ കെട്ടണത്. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാ ഉമ്മീൻ്റെ വീട്. ഉമ്മീൻ്റെ വീടിൻ്റെ ഹോം ടൂറ് കാണിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാപ്പാൻ്റെ വീടിൻ്റെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഹോം ടൂറൊന്നും കാണിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നല്ല പൊളിഞ്ഞ അവസ്ഥയിലൊക്കെയാണ്. അപ്പോൾ ക്ലീനാക്കിയിട്ടൊക്കെ ഒരു ദിവസം കാണിക്കാം, ക്ലീൻ ആവട്ടെ, എന്നിട്ട് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പോഴൊക്കെ ഇവിടുത്തെ മരങ്ങളൊക്കെ അതൊക്കെ വളർന്നു വന്നതേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഇത്രേ ഉള്ളായിരുന്നു ആ സാധനം. ഇപ്പോൾ അതിനേക്കാളും നല്ല രീതിയിൽ വളർന്നു വന്നിട്ട്. ഇപ്പോൾ ഇതൊക്കെ കാട പോലെ വളർന്നു. നേരത്തെ ഇത്രേ ഉള്ളായിരുന്നു നമ്മൾ വീഡിയോ എടുത്തപ്പോൾ, ഇപ്പോൾ കാട പോലെ വളരും. നല്ല രസത്തിൽ കാട പോലെ വളർന്നു വന്നിട്ടില്ല. അത് കാരണം അതൊക്കെ കണ്ടില്ലേ, കാട പോലെ വളർന്നിപ്പോഴും എല്ലാം വളർന്നു നിൽക്കും കേട്ടോ. അതേ അബിൽ എന്താണ്ട് വണ്ടിക്കിട്ട് ഒപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അബിൽ ഹൈസം ഇങ്ങോട്ട് വന്നത്. ഒന്നും ഒപ്പിച്ചിട്ടില്ല. ഇത് നമുക്കിങ്ങനെ തൊടാട്ടാം. ഇനി ഇത് എന്തിൻ്റെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, നിൽക്കണമെന്നില്ല കേട്ടോ. 32% ഉണ്ട് ഇപ്പോൾ ചാർജർ. 28 കിലോമീറ്റേഴ്സ് ഓട്. നമുക്കൊരു 100 ആവട്ടെ. ബാടാബി ഇറങ്ങും. സബിയൊക്കെ വണ്ടീൻ്റെ പുറത്തൊക്കെ കയറി ഇരിക്കണം കേട്ടോ. ഈ വണ്ടി എടുക്കാത്ത മൊത്തം ഷീറ്റിട്ട് മൂടിയേക്കും കേട്ടോ. അത് കാരണമാണ് നമ്മൾ എടുക്കാത്തത്. ഇതിപ്പോൾ എടുത്താലും വലിയ പ്രയോജനമൊന്നുമില്ല. എൻ്റെ ഇപ്പോൾ ഞാൻ മൈക്ക് വെക്കാൻ ഇടക്കിടക്ക് മറന്നു പോകും. ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ മൈക്ക് വെച്ചിട്ടില്ല. എനിക്ക് എന്താണെന്ന് അറിയുമ്പോഴാണ് അന്ന് ഇപ്പോൾ ഞങ്ങൾ പോയ സ്ഥലത്ത് തന്നെ ആ വണ്ടിയിൽ സ്പീക്കറില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്പീക്കർ എടുക്കാനൊക്കെ പ്രയോഗിക്കുന്നു. പക്ഷെ ഇപ്പോൾ സ്പീക്കറില്ല. ശിവൻ വന്നിട്ട് പറയണം എൻ്റെ അടുത്ത് 29 കിലോമീറ്റേഴ്സ് ഓടുന്ന ചാർജർ അതിൽ തന്നെയായിട്ട് നിൽക്കണതേ. 32 നമ്മളിതേ ഉള്ളിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട്
ഇങ്ങോട്ടേക്ക് വലിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വന്ന് വീഴുന്നവരെയും ബൈ.